ഹായ് ഗായ്സ്, ഇന്നത്തെ പ്രമോ, അതായത് ബിഗ് ബോസ് ടോക്കിൻ്റെ പ്രമോ നമ്മൾ ചെയ്തിട്ടില്ല. നമുക്കത് നോക്കാം. ഏത് രീതിയിലാണ് ലാലേട്ടൻ പ്രാവശ്യം പ്രമോയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്താണ് അക്ബർ ക്യാപ്റ്റൻ ആകാൻ പറ്റാത്തതിൽ ഒരു സങ്കടമുണ്ടോ? വലിയ പണിയായിപ്പോയല്ലേ? വലിയ പണിയാണ്. അനീഷിന് എന്താ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലാലേട്ടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, രണ്ടു പേർക്കും ഒരു പരിഹാരമുണ്ട്. ശബ്ദങ്ങൾ മാത്രം കേൾപ്പിക്കും. ആ ശബ്ദങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ കേട്ട അതേ ക്രമത്തിൽ ബോർഡിൽ ഒട്ടിക്കുക എന്നതാണ് ടാസ്ക്. ഇതിലോ ഒരു ഗെയിം സ്ട്രാറ്റജിയിലാണ് പ്രാവശ്യം അനീഷിനെയും കുറച്ച് പേരെ വിളിച്ച് വരുത്തി അക്ബറിനെയും ഒക്കെ ഒരുപാട് ശാസിക്കുന്നൊരു ഇപ്രാവശ്യം BB ഹൗസ് ഹോട്ടലായിരുന്നല്ലോ. ലാസ്റ്റ് വന്നത് റിയാസ് സലീമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം തീരാത്തത് കൊണ്ട് തന്നെ അതിൽ ഒരുപാട് ഫ്ലോപ്പ് അലിഗേഷൻസ് വന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ചോദ്യങ്ങളും കൂടി ഇപ്രാവശ്യം പ്രമോയിൽ എടുത്ത് പറയുന്നുണ്ട്. ഈ വീക്കെൻഡ് ലാലേട്ടൻ ചോദിക്കേണ്ട നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ അക്ബറും ഇപ്പോൾ ഷാനവാസും അനീഷിൻ്റെയും പണക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ അത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഷാനവാസ് അനീഷിൻ്റെ സ്നേഹം കീഴടക്കി എന്ന നിലയിൽ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ, നമുക്കൊക്കെ ഫ്രണ്ട്സ് ഒരുപാടില്ലാത്ത ഒരു കാലഘട്ടമാണിത്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ്റെ ചിന്താഗതിയിൽ വളരെ ആവശ്യഘടകമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഘടകത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എപ്പോഴും ഫ്രണ്ട്സിനെ നമുക്ക് തേടിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അതില്ലാതാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ശൂന്യത, നമുക്കുണ്ടാകുന്ന പ്രയാസം, നമുക്കുണ്ടാകുന്ന എല്ലാ ഫോൾട്ടും കുടുംബങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്ക് എന്നും ഈ ഫ്രണ്ട്സിൻ്റെ പേരിൽ അടിപിടി കൂടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഒരു ഫ്രണ്ട്സിനെ കൂട്ടുപിടിക്കാനുള്ള പ്ലാറ്റ്ഫോം ആക്കണം. പിന്നെ ഈ LGBT കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ആ ഒരു വിഭാഗം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് കാര്യമില്ലല്ലേ, നമുക്ക് കാര്യമുണ്ടെങ്കിലല്ലേ അത് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാണ്. എല്ലാം ഒരു കമ്മ്യൂണിറ്റി ഭാഗമാണ് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് വലിയ ചർച്ചയാകുന്നില്ല. കാരണം ഇതൊരു ഇഷ്യൂ അല്ല, ഇതൊരു എല്ലാ ഹ്യൂമനും ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയോ ഒരു വലിയ പ്രത്യേകതയോ ഒന്നും ഈ വിഭാഗക്കാർക്കും ഇല്ല. അപ്പോൾ ഷാനവാസിൻ്റെയും നിവിൻ്റെയും കാര്യം വളരെ ഇമ്പോർട്ടൻ്റായി ചോദിക്കുമെന്നാണ് നമ്മുടെ ഒരു ധാരണ. ലാലേട്ടൻ്റെ ലാസ്റ്റത്തെ ഒരു പ്രമോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. വേറെ ഒരു പ്രമോയും കൂടി ഉണ്ട്, വളരെ ലാഗാകുന്നുകൊണ്ട് നമ്മളതൊന്നും ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല. പ്രാവശ്യം വളരെ റഫായ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. BB ഹോട്ടലിൻ്റെ കാര്യം മാത്രം പറഞ്ഞു പോവുക എന്നൊരു രീതിയായിരിക്കും. നമുക്ക് നോമിനേഷനിൽ ഇപ്രാവശ്യം ആരൊക്കെ ഉണ്ട് ഇല്ലേ നമുക്ക് നോക്കിയിട്ട് അവരെ വിലയിരുത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. പ്രാവശ്യത്തെ നോമിനേഷനിൽ ആരായിരുന്നു പോകേണ്ടിയിരുന്നതെന്ന് നമുക്ക് നോക്കേണ്ട സമയമാണ്. ആർക്ക് വോട്ട് കുറയാം, ആർക്ക് വോട്ട് കൂടുന്നു എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. വോട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. ബിഗ് ബോസിലെ ഏറ്റവും വലിയ പവർ വോട്ട് തന്നെ. ഇത് 49ാമത്തെ
എപ്പിസോഡാണ്, വീക്കെൻഡാണ്. 7ാമത്തെ ആഴ്ചയാണ് കഴിഞ്ഞിരിക്കുന്നത്. അതായത് 8ാമത്തെ ആഴ്ചയിലേക്ക് കടന്നു. അതായത് BB മലയാളം ഡേ ഷൂട്ടിംഗ് വീക്കെൻഡ് വിത്ത് ലാലേട്ടൻ അത് കഴിഞ്ഞു. 47 ഫുഡും ഫൈറ്റും. പിന്നെ ഈ ഒരു അലിഗേഷൻ്റെ, അതായത് BB ഹോട്ടലിലെ അലിഗേഷൻ 48 വളരെ വലിയ പ്രൊവോക്കേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. നോമിനേഷനിൽ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരം ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം വോട്ട് കൊടുക്കേണ്ടവർ ലക്ഷ്മി, സാബുമോൻ, രണ ഫാത്തിമ, നിവിൻ, ആദില, ബിന്നി, ആര്യൻ, ഷാനവാസ്, നൂറ. ആരാണ് ഇപ്രാവശ്യം പുറത്ത് പോവുക എന്ന് നമുക്കറിയില്ല. അത് നാളെ രാവിലെ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ പ്രൊമോ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡിങ് ഓഫ്. ബൈ ഫോർ എവർ.